ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന് വേണ്ടിയിട്ട് മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ ലെയ്ത്ത് മെഷീനും ഷേപ്പർ മെഷീൻസും നമ്മൾ കണ്ടിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണേണ്ടതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ വീഡിയോസിലേക്കുള്ള ലിങ്ക്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണാൻ പോകുന്നത് പ്ലെനാർ മെഷീനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ പ്ലെയിനർ മെഷീൻ എന്ന് പറയുന്നത് ഷേപ്പർ മെഷീനോട് സിമിലർ ആയിട്ടുള്ളൊരു മെഷീനാണ്. അതിൻ്റെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ സൈസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലെയിനർ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതുവരെ കണ്ട മെഷീൻസിലെ പോലെ തന്നെ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് മോർ ദാൻ വൺ ടൂള് ഈ ഒരു പ്ലെയിനറിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഷേപ്പർ മെഷീന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് അതുപോലെ തന്നെ മാസീവ് ആയിട്ടുള്ളൊരു മെഷീൻ ടൂളാണ് പ്ലെയിനർ മെഷീൻ. ഇവിടെ ഷേപ്പർ മെഷീനുമായിട്ടുള്ള വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഷേപ്പർ മെഷീനിൽ നമ്മൾ ടേബിൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ടൂളാണ് ഇവിടെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ടൂള് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ടേബിളാണ് അല്ലെങ്കിൽ വർക്ക് പീസാണ് അവിടെ മൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കട്ടിംഗ് മോഷൻ എന്ന് പറയുന്നത് ആ ഒരു ടേബിളിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊണ്ടാണ് ഇവിടെ കട്ടിംഗ് മോഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫീഡിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ടൂളിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ് വഴിയാണ് കിട്ടുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് പ്ലെയിനർ മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ടേബിളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ടൂൾ ഇവിടെ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഇവിടെ ഹോൾഡറിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വർക്ക് പീസാണ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ടേബിൾ ഫോർവേഡ് മൂവ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ റിമൂവൽ നടക്കുന്നത്, മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അതിനെയാണ് കട്ടിംഗ് സ്ട്രോക്ക് എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് ടേബിൾ ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മെറ്റീരിയൽ റിമൂവലൊന്നും നടക്കുന്നില്ല. അതിനെ റിട്ടേൺ സ്ട്രോക്ക് എന്നാണ് വിളിക്കുക. ഇനി ഇവിടുത്തെ കട്ടിംഗ് മോഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടേബിളിൻ്റെ ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അതിനെയാണ് കട്ടിംഗ് മോഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫീഡ് മോഷൻ കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ടൂളിന് ലാറ്ററൽ മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷേപ്പർ മെഷീനും പ്ലെനാർ മെഷീനും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? ഇവിടെ വർക്ക് പീസ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് കട്ടിംഗ് ടൂളാണ് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്ലെയിനർ മെഷീനിലെന്ന് പറഞ്ഞാൽ ടൂൾ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് വർക്ക് പീസാണ് ആ ഒരു ടേബിളിലിരുന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഷേപ്പർ മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു സ്മോൾ മെഷീനാണ്. സ്മോൾ ജോബ്സിന് വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്ലെനാർ മെഷീൻ എന്ന് വെച്ചാൽ ലാർജ് മെഷീനാണ്. നമുക്ക് ഈ ഷേപ്പർ മെഷീനിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത എല്ലാ ജോബ്സും ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജ് മെഷീനാണ് പ്ലെനാർ മെഷീൻ എന്ന് പറയുന്നത്. അപ്പം ഷേപ്പർ മെഷീനിൽ നമുക്ക് ലൈറ്റ് കട്ട് അതുപോലെ ഫൈൻ ഫീഡൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലെനാർ മെഷീനിൽ ഹെവി കട്ട്സും റഫ് ഫീഡും കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഡിഫറൻസ് ആണിത്. ഷേപ്പറിൽ ഒരു ടൂൾ മാത്രമേ നമുക്ക് ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്ലെനാർ മെഷീനിൽ നമുക്ക് ഒരേ സമയത്ത് സൈമൾട്ടേനിയസ്ലി പല ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലെയിനർ മെഷീൻ്റെ പാർട്സ് ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബെഡാണ്. നല്ല ലാർജ് സൈസുള്ളൊരു ബോക്സ് ലൈക്ക് കാസ്റ്റിംഗ് ആണ് ബെഡ് എന്ന് പറയുന്നത്. കോളത്തിനെ അതുപോലുള്ള ഈ മെഷീൻ്റെ ബാക്കി എല്ലാ മൂവിങ് പാർട്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ബെഡാണ്. എപ്പോഴും ബെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ടേബിളിൻ്റെ ലെങ്തിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ 2 ടൈംസ് ലോങ്ങർ ആയിരിക്കും ഈ ബെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത പാർട്ടാണ് കോളം അല്ലെങ്കിൽ ഹൗസിങ്. ഈ ബെഡിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറാണ് ഈ കോളം അല്ലെങ്കിൽ ഹൗസിങ് എന്ന് പറയുന്നത്. അതിലാണ് ക്രോസ് റെയിലും അതുപോലുള്ള സൈഡിലുള്ള ടൂൾ ഹെഡ്സൊക്കെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത പാർട്ടാണ് ടേബിളിലാണ് നമ്മൾ വർക്ക് പീസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർക്ക് പീസ് അവിടെ ഹെൽഡ് ചെയ്യാനായിട്ട് അവിടെ T സ്ലിറ്റ്സ് ഒക്കെ കാണും. പിന്നെ ഈ ബെഡിലുള്ള ഗേറ്റ് വേയിൽ കൂടെ ആണ് ഈ ഒരു ടേബിൾ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്.
ഇനി അടുത്ത പാർട്ടാണ് ക്രോസ് റെയിൽ. ക്രോസ് റെയിൽ എന്ന് പറയുന്നത് ഈ രണ്ട് ഹൗസിങ് അല്ലെങ്കിൽ ആ രണ്ട് കോളമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ആണ് ഈ ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ ആ ഒരു റിജിഡിറ്റി കൊടുക്കുന്ന ആ ഒരു ക്രോസ് റെയിലാണ്. പിന്നെ ടൂൾ ഹെഡ്സ് ഒക്കെ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്രോസ് റെയിലാണ്. അപ്പോൾ ഈ ടൂൾസിന് ഒരു ക്രോസ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ, അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കുന്നത് ഈ ക്രോസ് റെയിലിനെ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ടൂളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ടൂൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ടൂൾ പോസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് ടൂൾ ഹെഡ് എന്ന് പറയുന്നത്. നമുക്ക് ടൂളിന് ക്രോസും അതുപോലെ അപ്പ് ഡൗൺ ആ ഒരു ഫീഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാഡിൽ, സ്വേൽ ബേസ്, ഏപ്രൺ, സ്ക്രൂസ് പോലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു ടൂൾ ഹെഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്കൊരു 3 ടൂൾ ഹെഡ്സ് കാണാൻ പറ്റും. അപ്പം ഈ 3 ടൂൾ ഹെഡ്സിലും നമുക്ക് ടൂൾസ് ഫിക്സ് ചെയ്തിട്ട് സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, മോർ ദാൻ 1 ടൂൾസ് നമുക്ക് ഒരേ സമയത്ത് ഈ ഒരു മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റായിട്ട് വരുന്നത് ഡ്രൈവിംഗ് ആൻഡ് ഫീഡ് മെക്കാനിസമാണ്. അവിടെ ഈ ഒരു മെഷീനിൽ ഡ്രൈവ് മെക്കാനിസം ഈ ഒരു ബെഡിൻ്റെ താഴത്തായിട്ടും മോട്ടോർ ഡ്രൈവൊക്കെ ഈ ഒരു മെഷീൻ്റെ സൈഡിലുമായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലെനാർ മെഷീൻ്റെ ടൈപ്സ് ആണ്. ബാക്കി എല്ലാ മെഷീൻസിലും ചെയ്ത പോലെ നമുക്ക് ജസ്റ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതില്ല. അപ്പം പ്ലെനാർ മെഷീനിൽ മെയിൻലി 5 ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡബിൾ ഹൗസിംഗ് പ്ലെനാർ മെഷീൻ. ഡബിൾ ഹൗസിംഗ് പ്ലെനാർ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്ലെനാർ മെഷീനാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നമുക്ക് രണ്ട് സൈഡിലും അവിടെ ഒരു ഹൗസിംഗ് അല്ലെങ്കിൽ കോളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കോമൺലി എല്ലാ വർക്ക്ഷോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലെനാർ മെഷീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പിറ്റ് പ്ലെനാർ മെഷീനാണ്. ഇതെന്ന് പറയുന്നത് ഒരു മാസീവ് കൺസ്ട്രക്ഷനാണ്. ഇവിടെ ടേബിള് ഫ്ലോറിൻ്റെ കൂടെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലോറിലൊരു പിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചേക്കുവാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് അവിടെ നമുക്ക് ഈ മെഷീൻ പിന്നെ മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീന് ഹെവി വർക്ക്സ് ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൂൾ ഹെഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ഇവിടെ പോസിബിൾ ആണ്. ഇനി ഓപ്പൺ സൈഡ് മെഷീൻ എന്ന് പറഞ്ഞാലും അവിടെ നമുക്കൊരു സിംഗിൾ ഹൗസിങ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു സൈഡിൽ മാത്രമേ ഒരു കോളം കാണത്തുള്ളൂ. ആ ഒരു സിംഗിൾ ഹൗസിംഗ് ആണ് ആ എൻറ്റയർ ലോഡ് ബിയർ ചെയ്യുന്നത്. ഇനി എഡ്ജ് പ്ലെനാർ മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് പ്ലേറ്റ് പ്ലെനാർ എന്നാണ്. ഇത് നമ്മൾ സ്റ്റീൽ പ്ലേറ്റ്സിൻ്റെയൊക്കെ എഡ്ജസ് ബിവൽ ചെയ്യാനോ സ്ക്വയർ ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലൊക്കെയാണ്. ഈ ലാസ്റ്റ് ടൈപ്പാണ് ഡിവൈഡഡ് ടേബിൾ പ്ലെനാർ മെഷീൻ. അപ്പം ഇതെന്ന് പറയുന്നത് 2 ടേബിൾ ഉണ്ടായിരിക്കും ബെഡിൽ. അതിന് ജോയിൻ്റ്ലി റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് ടൈം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. മാസ് പ്രൊഡക്ഷൻ വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്ലെനാർ മെഷീൻ്റെ അകത്ത് നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ മെഷീൻ ടൂൾസ് ദ ഫീഡ് ഈസ് ഗിവൺ ബൈ ദി ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെനാർ മെഷീൻ്റെ അകത്ത് ഫീഡ് മോഷൻ കൊടുക്കുന്നത് ടൂളിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ് വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് ടൂൾ ഹെഡ്സ് ഇൻ എ പ്ലെനാർ ക്യാൻ ബി. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു മെഷീൻ്റെ അകത്ത് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ടൂൾ ഹെഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മാക്സിമം നമ്പർ ഓഫ് ടൂൾ ഹെഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ പ്ലെനാർ മെഷീൻ നമ്മൾ വർക്കിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? വർക്ക് പീസ് ആണ് അവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ടൂള് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പ്ലെനാർ മെഷീനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പം പ്ലെനാർ മെഷീനിൽ നിന്ന് പഠിക്കേണ്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സോ കറക്ഷൻസോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു.